ഇവിടെ ശ്രീ അരുൺകുമാർ കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ കോൺഗ്രസിനെ CPM വിമർശിക്കും സ്വാഭാവികമായും. തൃണമൂൽ കോൺഗ്രസിനെ പശ്ചിമ ബംഗാളിൽ വിമർശിക്കുന്നത് പോലെ ആം ആദ്മി പാർട്ടിയെ പഞ്ചാബിൽ വിമർശിക്കുന്നത് പോലെ ഈ 3 സംസ്ഥാനങ്ങളിലും മുന്നണിയായിട്ടല്ലല്ലോ മത്സരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്ത് കോൺഗ്രസിന്റെ ദേശീയ താല്പര്യങ്ങളിലുള്ള നിലപാടുകളെ തന്നെ നിങ്ങൾ വേറൊരു തരത്തിൽ ചിത്രീകരിക്കുകയും അവരെ കോൺഗ്രസിനെ BJPയുടെ ബി ടീം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്താൽ അതേ നാണയത്തിൽ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? നിങ്ങളെല്ലാം അങ്ങോട്ട് പറയും, അവർ തിരിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? മിസ്റ്റർ അഭിലാഷ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, CPM ഉന്നയിക്കുന്ന ഓരോ ആരോപണവും അല്ലെങ്കിൽ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്ന ഓരോ വാചകങ്ങളും അത് വസ്തുതാപരമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു 10 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ അന്വേഷണം ഒരടി മുന്നോട്ട് പോവുകയോ, ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ വന്ന് പറഞ്ഞ് പ്രസംഗിച്ചല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമാണ് എന്ന്. ഇതേ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണല്ലോ EDയും CBIയും കസ്റ്റംസും NIയും എല്ലാം. എത്ര വർഷമായി അന്വേഷണം നടത്തി? തെളിവ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഒരു പോയിന്റ് തെളിവ് കിട്ടിയാൽ CPMന്റെ മുഖ്യമന്ത്രിയെ അവർ വെറുതെ വിടുമോ? മോഹൻ ഭഗവത് നാഗപ്പൂരിൽ വിജയദശമി നാളിൽ പ്രസംഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ രാമക്ഷേത്രം, അതായത് ഹിന്ദുത്വ അജണ്ടയോട് കൂടിയിട്ടുള്ള ഫാസിസ്റ്റ് രാജ്യം പുലരുകയെന്ന ഈ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് 2 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചതാണ് RSS അടുത്ത കാലത്ത്. നമുക്കറിയാം, വടക്കേന്ത്യയിൽ അടക്കം സഖാവ് പിണറായി വിജയൻ പോയി മധ്യപ്രദേശിലും തെലങ്കാനയിലും കർണാടകത്തിലുമെല്ലാം RSSന്റെ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള പ്രസംഗം നടത്തിയപ്പോഴാണ് 2 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താ? പ്രധാനമന്ത്രിയെയും BJPയും വിമർശിക്കുന്നില്ല എന്ന്. ഈ മുഖ്യമന്ത്രിയുടെ യോഗങ്ങളും CPMന്റെ നേതാക്കന്മാരുടെ യോഗങ്ങളും ഒന്ന് വസ്തുതാപരമായി ഒന്ന് പരിശോധിച്ചാൽ എത്ര കൃത്യമായിട്ടാണ് ദേശീയ വിഷയങ്ങൾ ഓരോന്നുമായി എടുത്ത് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം, പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്, കാശ്മീരിനെ കീറിമുറിച്ചതുമായി ബന്ധപ്പെട്ട്, മുത്തലാഖ് പരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബിൽക്കീസ് ബാനുവിന്റെ കേസിലെ കർഷക നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പ്രസംഗിച്ചതിന് കോൺഗ്രസിന്റെ ദേശീയ വക്താവ് ഷമാ മുഹമ്മദിനെതിരെ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയാണ് തെരഞ്ഞെടുപ്പ് നടക്കല്ലേ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണല്ലോ, സ്വാഭാവികമായും പോലീസ് നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്ന്. ഇപ്പോൾ പോലീസിനെ കുറിച്ച് ആദ്യമായി വരുന്ന വിഷയമല്ല ഇത്. ആനി രാജ വയനാട്ടിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മുമ്പ് ഒരിക്കൽ കേരള പോലീസിനെ കുറിച്ച് പറഞ്ഞ കമന്റ് നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അവര് ചെയ്യുന്നതല്ല കുറ്റം. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾക്കും അതുപോലെ ആരോപണം ഉന്നയിക്കാൻ കഴിയും. ഇന്നിപ്പോ നോക്കൂ, നിങ്ങളുടെ കാസർകോട്ടെ സ്ഥാനാർത്ഥി സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ വലിയ തോതിൽ അവിടെ വിവാദമായിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുന്നതാണ് എന്ന വിവാദം ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അത് പരസ്പരം രാഷ്ട്രീയത്തെ തന്നെ റദ്ദാക്കി കളഞ്ഞുകൊണ്ടാകണമോ എന്നുള്ളതാണ് പ്രശ്നം. അഭിലാഷേ, രാഷ്ട്രീയപരമായിട്ട് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കും. കാരണം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്ന രൂപത്തിൽ ഞങ്ങളുടെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും വിമർശിക്കാം. വിമർശനം രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ഉള്ളതാണ്. അതുപോലെ തിരിച്ചും വിമർശനങ്ങൾ ഉണ്ടാകാം. മുൻ ഭരണം കോൺഗ്രസ് നടത്തുമ്പോഴും രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഉണ്ടായിട്ടുള്ള വൈകല്യങ്ങളെ ഞങ്ങളും ചൂണ്ടിക്കാണിക്കും. പക്ഷെ വസ്തുതാപരമല്ലാത്ത കാര്യം പറയാമോ? ഇന്നലെ പറഞ്ഞു ഞങ്ങൾ സഹോദരന്മാരാണ്, അതായത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് ഇന്നലത്തെ പ്രസംഗത്തിൽ പറയുന്നു. ഇന്ന് പറയുന്നു എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അങ്ങ് ചോദിച്ചല്ലോ, എന്നെ അയോഗ്യനാക്കി, അതുപോലെ തന്നെ എന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി, അതുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അയോഗ്യനാക്കുന്നില്ല? മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാതി സമാനമായിട്ടുള്ള വിഷയത്തിൽ വരണ്ടേ? മുഖ്യമന്ത്രിയുടെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സാഹചര്യം വരണ്ടേ? കൊച്ചു കുട്ടികൾക്ക് പോലും എഴുതി കൊടുത്ത് വായിക്കുന്ന പ്രസംഗമാണെങ്കിൽ പോലും ഇന്നലെ പറഞ്ഞതും ഇന്നും പറഞ്ഞതും തമ്മിൽ ഒരു യോജിപ്പ് വേണ്ടേ? എന്തു മണ്ടത്തരം എഴുതി തന്നാലും അത് വായിക്കാൻ പറ്റുമോ? അത് പറയാമോ? അതിൽ എന്തെങ്കിലും വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം വേണ്ടേ? ഇന്ത്യ മുന്നണിക്ക് നയിക്കുന്ന ഒരു നേതാവ് എന്ന രൂപത്തിൽ മറ്റ് 28 സ്റ്റേറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്നും എതിർപക്ഷം ഈ പ്രസംഗങ്ങളെ വരെ അവിടെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും എന്നുള്ള ഒരു സാധാരണ ധാരണ ഇദ്ദേഹത്തിന് വേണ്ടേ? ഇദ്ദേഹത്തിന് ആ ധാരണയോട് വേണ്ടിയിട്ടേ പ്രസംഗിക്കാൻ. അദ്ദേഹം പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഏതു കേസിൽ എന്ത് ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ? ആ അന്വേഷണത്തിന്റെ തോത് എന്തായി? അത് ഈ രാജ്യത്താകമാനം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന സമാനമായ നിലപാടിന് തുല്യമാണോ? നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിന്റെ ദേശീയ ദിനപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം മുമ്പാണ് 785 കോടി രൂപ ED കണ്ടുകെട്ടിയത്. എന്നെ ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു, അതുപോലെ അദ്ദേഹത്തിന്റെ അളിയനെയും ചോദ്യം ചെയ്തു, റോബർട്ട് വധേരയെ ചോദ്യം ചെയ്തു, P ചിദംബരത്തെ ചോദ്യം ചെയ്തു, കാർത്തി ചിദംബരത്തെ ജയിലിലിട്ടു. സമാനമായ സാഹചര്യങ്ങൾ എത്രയുണ്ട്? അതുപോലെ തന്നെയാണ് 2 മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. ആ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ ജയിലിലിടാൻ പരാതി കൊടുത്തതാരാ? ആ പരാതിയുടെ പുറത്ത് തെളിവ് കൊടുത്തതാരാ?
ആ മുഖ്യമന്ത്രിയെ ജയിലിലിട്ടതിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തതാരാ? ഇതെല്ലാം കോൺഗ്രസ് അല്ലേ? അപ്പൊ കോൺഗ്രസ് തന്നെ പരാതി കൊടുക്കും, കോൺഗ്രസ് തന്നെ പരാതിക്ക് തെളിവ് കൊടുക്കും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറയും, എന്നിട്ട് അവരുടെ ഒപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇതാണ് നിലപാടില്ലായ്മ. ആ നിലപാടില്ലായ്മയുടെ പേരാണ് കോൺഗ്രസ്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതയുമായി പുലബന്ധമില്ലാത്ത ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കും. എന്നിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പടം അവർ തന്നെ പത്രത്തിൽ പരസ്യം ചെയ്യിക്കും. ഈ രാജ്യത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കും. അവിടെയാണ് സാധാരണക്കാരായ വോട്ടർമാർ ഇതെല്ലാം കാണുന്നത് എന്ന ബോധ്യം കോൺഗ്രസിനും UDF-നും വരണം. അത് അവർ മനസ്സിലാക്കണം.